അപ്പം ഞാൻ ഇച്ചിരി അവൽ വിളയിക്കാൻ പോവുകയാണേ. ഇന്ന് ഇച്ചിരി അവൽ വിളയിക്കാമെന്ന് വിചാരിച്ചു. കുഞ്ഞുങ്ങൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ കൊടുക്കാം, ഇച്ചിരി ഹെൽത്തി ഫുഡല്ലേ. അപ്പോൾ ഞാൻ ഇച്ചിരി അവൽ വിളയിക്കാൻ പോവുകയാണേ. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കുമല്ലോ, അവലൊക്കെ വിളയിക്കുന്നവരായിരിക്കുമല്ലോ. എനിക്ക് എങ്ങനെയൊന്ന് പറഞ്ഞു തരണം. ഞാൻ ചെയ്യുന്ന രീതിയാണ് ഇത്. അപ്പോൾ ഞാനൊരു 1.5 കിലോ അവലെടുത്തിട്ടുണ്ട്. 1.5 കിലോ അവലിന് ഒരു തേങ്ങയും 1 കിലോ ശർക്കരയുമാണ് എടുത്തേക്കുന്നത്. ശർക്കര നല്ലപോലെ പാവ് കാച്ചാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. തേങ്ങ ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി വറുത്തെടുക്കുമല്ല, ചെറുതായിട്ട് ജലാംശം ഒന്ന് പറ്റുന്നതിന് വേണ്ടി ഞാനൊന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അതിനകത്തോട്ട് ഒരു 1/4 കിലോ പൊട്ടുകടലയും 1/4 കിലോ കപ്പലണ്ടി എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഇടാൻ. അപ്പോൾ അത് ഞാൻ കപ്പലണ്ടി തൊലിയെല്ലാം കളഞ്ഞ് വെച്ചിരിക്കുകയാണ്. രണ്ടും കൂടെ പെട്ടെന്ന് കണ്ടാൽ തിരിച്ചറിയത്തില്ല, പൊട്ടുകടലയും കപ്പലണ്ടി തൊലിയൊക്കെ കളഞ്ഞേക്കുന്നത് കൊണ്ട്. ഇത് കപ്പലണ്ടിയാണ്. അപ്പോൾ നിങ്ങളെങ്ങനെയാണ് ചെയ്യുന്നതെന്നും കൂടെ പറയണേ. പിന്നെ ഞാൻ കുറച്ച് ചുക്ക് പൊടിച്ച് വെച്ചിട്ടുണ്ട്. സ്വന്തമായിട്ട് ഞാനിവിടെ ഉണക്കിയതായിരുന്നു, ഇഞ്ചി ഉണക്കി പൊടിച്ചതാണ്. അതും പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഏലക്കയും ചെറിയ ജീരകവും ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി അതിൻ്റെ കൂടെ തന്നെ ഞാൻ പൊടിച്ച് വെച്ചിരിക്കുക. അപ്പോൾ അങ്ങനെ അത് വെച്ച് പിന്നെ ഞാൻ ശർക്കര പാവ് കാച്ചാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, നമ്മളെയും കൂടെ ഒന്ന് ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ഒന്ന് ചെയ്യണേ. ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ നമ്മളെ ഒന്ന് ഫോളോ ചെയ്യണേ. അപ്പോൾ അത് ഞാൻ എന്താ പറയുക, ശർക്കര പാവ് കാച്ചുന്നത് ഞാനൊരു ഇച്ചിരി വെള്ളം എടുത്ത് വെച്ചിട്ട് അതിനകത്തോട്ടൊന്ന് ഒഴിച്ച് നോക്കുമ്പോൾ അതിൻ്റെ ആ പരുവം അറിയാൻ പറ്റുമല്ലോ. അത് കയ്യിലൊട്ടിപ്പിടിക്കുമ്പോൾ ഒരു ഉണ്ടയായിട്ട് വരുമ്പോൾ. നിങ്ങളങ്ങനെയാണോ ചെയ്യുന്നതെന്നും കൂടെ ഒന്ന് പറയണേ. ഞാൻ അങ്ങനെയാണ്. അപ്പോൾ ഇത് ഇപ്പം നമ്മളെ ഒറ്റയ്ക്ക് ഫോൺ പിടിച്ചത് കൊണ്ടാണ് ഇങ്ങനെ വന്നത് കേട്ടോ, രണ്ടും കൂടെ നടക്കുന്നുണ്ടേ. അപ്പോൾ അങ്ങനെ ഈ ഒരു പരുവം എടുക്കുമ്പോഴല്ലേ അതിൻ്റെ പാവം മനസ്സിലാവുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ ഇത് ശർക്കര പാവ് കാച്ചി അതിനകത്തോട്ട് തന്നെ ഞാൻ ചെറുതായിട്ട് വറുത്ത് വെച്ച തേങ്ങയിട്ട് പൊട്ടുകടലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പൊട്ടുകടല ഇട്ട് അതിൻ്റെ കൂടെ അത് കഴിഞ്ഞിട്ട് കുറച്ച് ചുക്കുപൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടാണ് ഞാൻ അവലിട്ട് കൊടുത്തത്. അങ്ങനെ അവൽ വിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഒരുപാട് ഇളക്കുന്നതൊന്നും എനിക്കിത് പിടിച്ചിട്ടില്ല ഞാൻ, കാരണം അതെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണല്ലോ. അപ്പോൾ പൊട്ടുകടലയും നമ്മളതിൻ്റെ കൂടെ ഇട്ട് പിന്നെ ചുക്കുപൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് നമ്മൾ ശർക്കരയ്ക്കകത്തോട്ട് അവലിട്ട് പിന്നെ നല്ലതുപോലെ അങ്ങ് ഇളക്കുക. ഇത് ചുക്ക് ഇതെല്ലാം കൂടെ പൊടിച്ച് വെച്ചതായിരുന്നത്. നിങ്ങളിങ്ങനെയാണോ ചെയ്യുന്നത്? കാരണം നമ്മളെ ആരും ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നില്ല. എനിക്ക് സ്ഥിരമായിട്ട് വീഡിയോ ഇടാനും പറ്റുന്നില്ല, കുറച്ച് പ്രശ്നങ്ങളുള്ളതുകൊണ്ട്. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ അവലും കൂടി ഇട്ട് കൊടുക്കുവാണേ. അവലും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ അത് ഇളക്കി യോജിപ്പിക്കുക. അത് ഇളക്കുന്നത് തന്നെ ഒരു പണിയുണ്ട്. അങ്ങനെ ഞാൻ നല്ലതുപോലെ അത് ഇളക്കണം, കാരണം ആ ശർക്കര നമ്മൾ ഈ അവലിൽ പിടിക്കണമല്ലോ. അപ്പോൾ അതുപോലെ നമ്മൾ കുറേ ഇളക്കി എന്നിട്ട് നമ്മൾ ഇടയ്ക്കാണ് കപ്പലണ്ടി ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ കപ്പലണ്ടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ അത് ഇളക്കി ബാക്കിയിരുന്ന ആദ്യമേ കുറച്ച് പൊടി മാത്രമേ ആദ്യമേ ഇട്ട് കൊടുത്തുള്ളൂ. പിന്നെ ലാസ്റ്റാണ് ഞാൻ ബാക്കിയുള്ള പൊടികളെല്ലാം ഇട്ട് കൊടുത്തത്. നമ്മുടെ ചുക്കും ജീരകവും ഒക്കെ പൊടിച്ച പൊടി ലാസ്റ്റാണ് ഇട്ട് കൊടുത്തത്. അങ്ങനെ പിന്നെ നല്ലതുപോലെ അത് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ടേ. യോജിപ്പിച്ചിട്ട് ഞാൻ തണുക്കാൻ വെച്ചു. പിന്നെ വൈകിട്ട് മോൻ സ്കൂളിൽ നിന്ന് വന്നപ്പോഴാണ് ഞാൻ പഴമില്ലായിരുന്നു, ഏത്തയ്ക്ക വെച്ച് മോന് ഞാൻ കൊടുത്തിരുന്നു. പിന്നെ കഴിച്ചിട്ട് നല്ല സൂപ്പറാന്ന് പറഞ്ഞു. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഉണ്ടാക്കി നോക്കിയിട്ടൊന്ന് അഭിപ്രായം ഒന്ന് പറയണേ. എല്ലാവരും നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും നമ്മളെ പരിഗണിക്കുന്നില്ല ആരും. ഞങ്ങളെയും കൂടെ ഒന്ന് പരിഗണിക്കണേ. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ചൂട് കട്ടൻ ചായയും കുടിക്കുന്നുണ്ട്. പിന്നെ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.